എഡ്ഡി കറൻറ്റിൻ്റെ അൺഡിസൈറബിൾ എഫക്ട്സും അതിൻ്റെ മിനിമൈസേഷനൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ എഡ്ഡി കറൻറ്റിന് അൺഡിസൈറബിൾ എഫക്ട്സും മാത്രമല്ല, കുറച്ച് അപ്ലിക്കേഷൻസും കൂടിയുണ്ട്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് എഡ്ഡി കറൻറ്റിൻ്റെ അപ്ലിക്കേഷൻസ് എന്നുള്ളത്. ടോപ്പിക് ഇതാണ്, അപ്ലിക്കേഷൻസ് ഓഫ് എഡ്ഡി കറൻറ്റ്സ്. പ്രധാനമായും 4 അപ്ലിക്കേഷൻസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 4 അപ്ലിക്കേഷൻ്റെയും മെയിൻ ഹെഡിങ്ങുകൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. നോക്കാം. മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഇൻ ട്രെയിൻസ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ്, ഇൻഡക്ഷൻ ഫർണസ്, ഇലക്ട്രിക് പവർ മീറ്റേഴ്സ്. ഓരോ അപ്ലിക്കേഷൻസായിട്ട് നമുക്ക് വിശദീകരിക്കാം. ആദ്യത്തേത് മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഇൻ ട്രെയിൻസ്. നമ്മൾ സാധാരണഗതിയിൽ ട്രെയിനുകളൊക്കെ കണ്ടിട്ടുള്ളതാണ്. റെയിലിൻ്റെ മുകളിൽ കൂടി ട്രെയിൻ പോകുന്നതൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. ഈ ട്രെയിനിൻ്റെ അടിഭാഗത്ത്, അതായത് ട്രെയിനിൻ്റെ അടിഭാഗത്തിനും റെയിലിൻ്റെ മുകൾ ഭാഗം, ട്രെയിനിൻ്റെ നേരെ അടിഭാഗം ഇതാണ് ട്രെയിനിൻ്റെ അടിഭാഗം എന്ന് വിചാരിക്കുക, ഇത് റെയിലാണെന്ന് വിചാരിക്കുക. ട്രെയിനിൻ്റെ അടിഭാഗത്ത് ഇലക്ട്രോ മാഗ്നറ്റുകൾ വെച്ചിട്ടുണ്ടായിരിക്കും. ട്രെയിൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഉള്ളൊരവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് തന്നെ എൻജിൻ ഡ്രൈവർ ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിനെ ആക്ടിവേറ്റ് ചെയ്യും. ശ്രദ്ധിക്കുക, നമ്മുടെ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ട്രെയിനിൻ്റെ അടിഭാഗമാണ്. ട്രെയിനിൻ്റെ അടിഭാഗത്തുള്ള ആ ഇലക്ട്രോ മാഗ്നറ്റുകളെ നമ്മുടെ എൻജിൻ ഡ്രൈവർ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആ ഇലക്ട്രോ മാഗ്നറ്റുകൾ ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരുടെ മുകളിൽ കൂടി? ഈ ഒരു റെയിലിൻ്റെ മുകളിൽ കൂടി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? എൻ്റെ ഒരു മാർക്കർ പെൻ റെയിലാണെന്ന് വിചാരിക്കുക. ഇത് റെയിലാണ്. അതിന് മുകളിൽ കൂടി നമ്മുടെ ട്രെയിനിൻ്റെ അടിഭാഗം എന്താ ഇങ്ങനെ മൂവ് ചെയ്യും. ഇതിൻ്റെ ഇടയിൽ ടയറൊക്കെ ഉണ്ടായിരിക്കും, എങ്കിൽ കൂടി ട്രെയിനിൻ്റെ അടിഭാഗമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ട്രെയിനിൻ്റെ അടിഭാഗത്ത് ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റുകൾ ആക്ടിവേറ്റഡ് ആയി നിൽക്കുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റുകൾ ഇതേ രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ റെയിലുമായി ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ്, നിങ്ങൾക്കൊന്നില്ലെങ്കിൽ റെയിൽ മൂവ് ചെയ്യാം, അതല്ലെങ്കിൽ ട്രെയിനിൻ്റെ അടിയിലുള്ള ഇലക്ട്രോ മാഗ്നറ്റുകൾ മൂവ് ചെയ്യാം. റെയിൽ മൂവ് ചെയ്യാൻ തൽക്കാലത്തേക്ക് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിനെ മൂവ് ചെയ്ത് ഈ റെയിലുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിനെ മാറ്റുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ റെയിൽ ഒരു കണ്ടക്ടറാണ്. ഈ റെയിലിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? എഡ്ഡി കറൻറ്റ് ഡെവലപ്പ് ചെയ്യും. ഇലക്ട്രോ മാഗ്നറ്റുകൾ ആക്ടിവേറ്റഡ് ആയി. ഇലക്ട്രോ മാഗ്നറ്റുകൾ ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇലക്ട്രോ മാഗ്നറ്റുകളുടെ മൂവ്മെൻറ്റ് കാരണം ഈ റെയിലുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് മാറുന്നു. റെയിൽ ശരിക്കും ഒരു സോളിഡ് മാസാണ്. ആ മാസിൽ ഒരു എഡ്ഡി കറൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ എഡ്ഡി കറൻറ്റിന് എപ്പോഴും ഡാമ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. എക്സ്പെരിമെൻറ്റ് നമ്പർ 1, എക്സ്പെരിമെൻറ്റ് നമ്പർ 2 എന്ന് പറയുന്ന 2 ടോപ്പിക്കുകളിലൂടെ നമ്മൾ കണ്ടതാണ്. എഡ്ഡി കറൻറ്റിന് എപ്പോഴും ഡാമ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതായത് ഈ റെയിലിൽ ഡെവലപ്പ് ചെയ്യുന്ന എഡ്ഡി കറൻറ്റ് മുകളിലുള്ള ആ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ മൂവ്മെൻറ്റിനെ ഡാമ്പ് ചെയ്യുന്നതിനായി ശ്രമിക്കും. അതായത് ഇലക്ട്രോ മാഗ്നറ്റുകൾ ട്രെയിനിൻ്റെ അടിഭാഗത്ത് ഫിക്സഡാണ്. ഇലക്ട്രോ മാഗ്നറ്റുകളെ ഡാമ്പ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രെയിനിൻ്റെ മൂവ്മെൻറ്റിനെ തന്നെ ഡാമ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ഒപ്പോസിങ് ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെയെങ്കിൽ ആ ഒരു ട്രെയിനിൻ്റെ വെലോസിറ്റി പതുക്കെ ആ ഒരു സ്പീഡ് പതുക്കെ കുറഞ്ഞു വരും. ട്രെയിനിൻ്റെ ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത് വഴി ഒരു ബ്രേക്കിംഗ് എഫക്റ്റ് അവിടെ സാധ്യമാകും. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ അപ്ലിക്കേഷൻ, മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഇൻ ട്രെയിൻസ്. വളരെയധികം സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, ആ ഒരു ഫ്രിക്ഷൻ കാരണമല്ല. സാധാരണഗതിയിൽ നമ്മളൊരു ഫ്രിക്ഷൻ കാരണമാണ് ബ്രേക്കിംഗ് സാധ്യമാക്കിയെടുക്കുന്നത്. ഇത് ഫ്രിക്ഷൻ കാരണമല്ല, ഒരു മാഗ്നറ്റിക് എഫക്റ്റ് കാരണം, അതായത് എഡ്ഡി കറൻറ്റ് കാരണം ഉണ്ടാകുന്ന ഒരു ഒപ്പോസിങ് ഫോഴ്സ് കാരണമാണ് അവിടെ ബ്രേക്കിംഗ് നമ്മൾ സാധ്യമാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ആ ഫ്രിക്ഷനേക്കാൾ ഒരു അല്പം കൂടി സ്മൂത്ത് ആയിരിക്കും മാഗ്നറ്റിക് ബ്രേക്കിംഗ്. ഇനി രണ്ടാമത്തേത് നോക്കാം. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ്? നമ്മുടെ 4th ചാപ്റ്ററിലും അതിൻ്റെ അവസാന ഭാഗത്തായിട്ട് നമ്മൾ മൂവിങ് കോയിൽ ഗാലനോമീറ്റർ പഠിച്ചിരുന്നു. അതിൽ ഒരു സർക്കുലർ കോയിൽ ഉണ്ടായിരുന്നു. അതായത് ഒരു സിലിണ്ടർ ഷേപ്പുള്ള ഒരു കോയിൽ, നമുക്ക് അതിനെ വേണമെങ്കിൽ കോർ എന്ന് വിളിക്കാം. അതിന് ചുറ്റും നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കോയിലിനെ വൗണ്ട് ചെയ്തിരുത്തിയിരുന്നു. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ കയ്യിലുള്ള ഒരു കോറാണെന്ന് വിചാരിക്കുക, സിലിണ്ടറിക്കൽ കോറ്. അതിന് ചുറ്റും നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കോയിലിനെ ചുറ്റിയിരുന്നു. ഈ കോയിൽ കറണ്ട് കടന്നു പോകുന്നതിനനുസരിച്ച് ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് അത് റൊട്ടേറ്റ് ചെയ്തിരുന്നു. ഈ റൊട്ടേറ്റ് ചെയ്തിരുന്ന ആ കോയിലിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനായി മുകളിൽ നമ്മളൊരു സ്പ്രിങ്ങിനെ അറ്റാച്ച് ചെയ്തിരുന്നു. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കോയിലിൽ കൂടിയാണ് കറണ്ട് കടന്നു പോകുന്നത്. കോയിലിൽ കൂടി കറണ്ട് കടന്നു പോകുന്നു. ഇതിന് ചുറ്റും
ആ മൂവിങ് കോയിൽ ഗാലനോമീറ്റർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഈ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ മനസ്സിലാവുകയുള്ളൂ. കോൺകേവ് ഷേപ്പുള്ള മാഗ്നറ്റിക് പോൾ പീസസ് ആണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അതിന് സെൻറ്ററിൽ സിലിണ്ടർ ഷേപ്പുള്ള ഒരു കോർ വെച്ചിരിക്കുന്നു. ആ കോറിൽ നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കോയിൽ ചുറ്റിയെടുത്തിരിക്കുന്നു. ഈ കോയിൽ കറണ്ട് കടന്നു പോകുന്നതനുസരിച്ച് ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ആ റൊട്ടേഷനെ ഒപ്പോസ് ചെയ്യാനായിട്ട് മുകളിൽ നമ്മളൊരു സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ സ്പ്രിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഈ തിരിഞ്ഞ കോയിലിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നതുകൊണ്ട്, അതായത് ഈ കോയിലും അതിൻ്റെ കൂടെ ഈ കോറും തിരിയുകയാണ്. കോറ് തിരിയുന്നതിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ കട്ടാവും, അതല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവും. ഈ കോറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡ് ബ്ലോക്കാണ്, കണ്ടക്ടറാണ്, അതുപോലെ തന്നെ ഒരു സോളിഡ് ബ്ലോക്കാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് മാറുന്നു. അങ്ങനെയെങ്കിൽ ഈ സോളിഡ് ബ്ലോക്കായിട്ടുള്ള ഈ സിലിണ്ട്രിക്കൽ കോറിലും എന്ത് ഡെവലപ്പ് ചെയ്യും? എഡ്ഡി കറണ്ട് ഡെവലപ്പ് ചെയ്യും. ആ എഡ്ഡി കറണ്ട് ആ കോറിൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ സ്പ്രിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീസ്റ്റോറിങ് ടോർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ് സ്പ്രിങ്. അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന സ്പൈറൽ ഷേപ്പിലുള്ള സ്പ്രിങ് ഈ ഒരു കോയിലിനെ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്പ്രിങ്ങിനെ സഹായിക്കാനായിട്ട് ആർക്ക് പറ്റും? ആ സ്പ്രിങ്ങിൻ്റെ ആക്ഷനെ സഹായിക്കാനായിട്ട് ആർക്ക് പറ്റും? ഈ സിലിണ്ട്രിക്കൽ കോറിൽ ഡെവലപ്പ് ചെയ്യുന്ന എഡ്ഡി കറണ്ടിന് പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമിംഗ്. മൂന്നാമത്തേത് ഇൻഡക്ഷൻ ഫർണസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വലിയ ഷീറ്റിൽ കൂടിയോ മെറ്റൽ ഷീറ്റിൽ കൂടിയോ അതല്ലെങ്കിൽ ഒരു സോളിഡ് ബ്ലോക്കിൽ കൂടിയോ ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലെങ്കിൽ എഡ്ഡി കറണ്ട് ഡെവലപ്പ് ചെയ്യും. അതൊരു ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാക്കുമെന്നും പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വേണമെങ്കിൽ ഈ ഹീറ്റിംഗ് എഫക്റ്റ് നമുക്ക് പോസിറ്റീവ് സൈഡിലേക്കും എടുക്കാം, പോസിറ്റീവായിട്ടും എടുക്കാം. നിങ്ങൾ ആലോചിക്കുക, എൻ്റെ കയ്യിലൊരു സിലിണ്ട്രിക്കൽ ഷേപ്പുള്ള, അതായത് ഉൾഭാഗത്ത് ആണ്, ഹോളോ സിലിണ്ട്രിക്കൽ ഷേപ്പുള്ള ഒരു മെറ്റൽ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റൊക്കെ വളരെ കൂടുതലാണ്. മെൽറ്റിംഗ് പോയിൻ്റ് കൂടുതലുള്ളൊരു മെറ്റൽ തന്നെ എടുക്കുക. ഓക്കെ, അതൊരു ഹോളോ സിലിണ്ടറാണ്. ആ സിലിണ്ടറുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. ഒരു AC കറണ്ട് അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ ആ ഹോളോ സിലിണ്ടറുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ ആ ഹോളോ സിലിണ്ടർ വളരെ പെട്ടെന്ന് ചൂടാവും. കാരണം എന്താ? ഹോളോ സിലിണ്ടർ ഒരു കണ്ടക്ടറാണ്, അതൊരു വലിയൊരു ബോഡിയാണ്. ആ ബോഡിയുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് മാറുന്നതുകൊണ്ട് ആ ഹോളോ സിലിണ്ടറിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? എഡ്ഡി കറണ്ട് ഡെവലപ്പ് ചെയ്യും. ആ എഡ്ഡി കറണ്ട് ആ ഹോളോ സിലിണ്ടറിനെ വളരെ പെട്ടെന്ന് ചൂടാക്കും. ആ ഹോളോ സിലിണ്ടറിൻ്റെ ഉള്ളിൽ പക്ഷേ മെൽറ്റിംഗ് പോയിൻ്റ് വളരെ കൂടുതലാണ്. ആ ഹോളോ സിലിണ്ടറിൻ്റെ ഉള്ളിൽ കമ്പാരിറ്റീവ്ലി മെൽറ്റിംഗ് പോയിൻ്റ് കുറഞ്ഞ ഒന്നിലധികം മെറ്റൽസിനെ നിങ്ങൾക്ക് ഇടാം. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? വളരെയധികം ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ട് ആ മെൽറ്റിംഗ് പോയിൻ്റ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ മെറ്റൽസ് ചൂടാകും, അത് പെട്ടെന്ന് മെൽട്ടാവുകയും ചെയ്യും. അപ്പോൾ ഉള്ളിൽ ഒന്നിലധികം മെറ്റൽസ് ഉണ്ടെങ്കിൽ അതെല്ലാതും ഉരുകുകയും എല്ലാം കൂടി ഒരുമിച്ച് ചേരുകയും നിങ്ങൾക്ക് ഒരു അലോയ് കിട്ടുകയും ചെയ്യും. അലോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മിക്സ്ചർ ഓഫ് മെറ്റൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റൽസിനെ ആരെയൊക്കെയാണ് നിങ്ങൾക്ക് മിക്സ് ചെയ്യേണ്ടത്, ആ മെറ്റൽസിനെ ആ ഹോളോ സിലിണ്ടറിൻ്റെ ഉള്ളിലിടുക. ഹോളോ സിലിണ്ടറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് വളരെയധികം കൂടുതലായിരിക്കണം, അതല്ലെങ്കിൽ ഉള്ളിലുള്ള മെറ്റൽസ് ഉരുകുന്നതിനോടൊപ്പം തന്നെ ഹോളോ സിലിണ്ടർ ഉരുകിപ്പോവും. അതുകൊണ്ട് വളരെയധികം ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള ഒരു മെറ്റൽ എടുക്കുക, അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് നിങ്ങൾ മാറ്റുക. ആ ഹോളോ സിലിണ്ടറിൽ എഡ്ഡി കറണ്ട് ഡെവലപ്പ് ചെയ്യും. ആ എഡ്ഡി കറണ്ട് കാരണം ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകും. ആ ഹോളോ സിലിണ്ടർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫർണസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഇൻഡക്ഷൻ ഫർണസ്. അതുമല്ലെങ്കിൽ നിങ്ങളൊരു മെറ്റലുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡ് വളരെയധികം പെട്ടെന്ന് മാറ്റിക്കൊണ്ടേയിരിക്കുക. അങ്ങനെയെങ്കിൽ മെറ്റൽ വളരെ പെട്ടെന്ന് എഡ്ഡി കറണ്ട് ഡെവലപ്പ് ചെയ്യുകയും ആ മെറ്റലിൽ വളരെ പെട്ടെന്ന് ഹീറ്റ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. കൂടുതൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് മെറ്റൽ മെൽറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. എങ്കിൽ കൂടി ഇൻഡക്ഷൻ ഫർണസിൽ നമ്മൾ പ്രത്യേകമായി ഉദ്ദേശിക്കുന്നതാണ് മെറ്റൽസിനെ ഉരുക്കി നമുക്ക് അലോയ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നാലാമത്തേത് ഇലക്ട്രിക് പവർ മീറ്റേഴ്സാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏറ്റവും പുതിയ ജനറേഷനിൽ നമ്മൾ സാധാരണ ഇലക്ട്രിക് പവർ മീറ്റേഴ്സ് ഡിജിറ്റലായിട്ടാണ് കാണാറ്. ഒരുപക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരിക്കും ഒരു ഡിജിറ്റലായിട്ടുള്ള ഇലക്ട്രിക് പവർ മീറ്റേഴ്സ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പവർ മീറ്റേഴ്സിനെ അല്ല. വളരെ പണ്ട്, അതായത് എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് ഒരു 20 വർഷം അതല്ലെങ്കിൽ ഒരു 25 വർഷമൊക്കെ മുൻപ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് അനലോഗ് ഇലക്ട്രിക് പവർ മീറ്റേഴ്സ് ആയിരുന്നു. അനലോഗാണ്, അതായത് നമ്മൾ സാധാരണ
വണ്ടികളിലേക്ക് ഇലക്ട്രിക് മീറ്ററുള്ളതല്ല അനലോഗ് മീറ്ററിലുള്ള വണ്ടികളൊക്കെ കാണാൻ പറ്റും. ഓഡോമീറ്റർ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും 1, 2, 3 എന്ന് പറയുന്നതിന് രേഖപ്പെടുത്തിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ അത് നമ്മൾ വണ്ടി ഓടുന്നതനുസരിച്ച് പതുക്കെ തിരിഞ്ഞ് വരും. അതിൽ നമുക്ക് എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഓഡോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ. ഡിജിറ്റലിൻ്റെ കാര്യമല്ല പറയുന്നത്, അനലോഗിൻ്റെ കാര്യമാണ് പറയുന്നത്. അതേ രീതിയിൽ തന്നെ നമുക്ക് പവർ മീറ്റേഴ്സ് ഉണ്ടായിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴത് ഫുള്ളായിട്ട് ഡിജിറ്റലാക്കി മാറ്റി. അതിനെക്കുറിച്ചല്ല പറയുന്നത്, വളരെ പണ്ടുണ്ടായിരുന്ന അനലോഗ് പവർ മീറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഒരു മെറ്റൽ ഡിസ്ക് കാണാനായിട്ട് സാധിക്കും. വളരെ പണ്ടുള്ള വീടുകളിലൊക്കെ ഒരുപക്ഷെ ഇപ്പോഴും ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഏകദേശം ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു പവർ മീറ്ററാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു മെറ്റൽ ഡിസ്ക് ഉണ്ടായിരിക്കും. ആ മെറ്റൽ ഡിസ്ക് ഇതേ രീതിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. നിങ്ങൾ കൂടുതൽ കറണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെറ്റൽ ഡിസ്ക് വളരെ പെട്ടെന്ന് തിരിയും. വളരെ കുറച്ച് കറണ്ടാണ് ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ മെറ്റൽ ഡിസ്ക് വളരെ പതുക്കെയാണ് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. നിങ്ങൾ കറണ്ടൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ മെറ്റൽ ഡിസ്ക് അവിടെ സ്റ്റേഷനറി ആക്കി നിൽക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ആ മെറ്റൽ ഡിസ്ക് അവിടെ റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് എഡ്ഡി കറണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇലക്ട്രിക് പവർ മീറ്റേഴ്സിൽ എഡ്ഡി കറണ്ട് കാരണം ഉണ്ടാകുന്ന ഒരു ഉപയോഗം, ഒരു അപ്ലിക്കേഷൻ. അപ്പോൾ ഈ 4 അപ്ലിക്കേഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. അൺഡിസൈറബിൾ എഫക്ട്സ് മാത്രമല്ല, നമുക്ക് എഡ്ഡി കറണ്ട് കൊണ്ട് കുറച്ച് ഉപകാരങ്ങൾ കൂടിയുണ്ട്, കുറച്ച് അപ്ലിക്കേഷൻസ് കൂടിയുണ്ട്. ഈ 4 അപ്ലിക്കേഷൻസ് ആണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്.